ഹായ് ഓൾ, വെൽക്കം ടു ഫാൽക്കൺ PSC. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് നമുക്ക് പറയാം, ഈ റൈറ്റും ഡ്യൂട്ടിയും. അപ്പോൾ അത് എനിക്ക് ആ തിയറി കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ ക്ലാസ്സുകളിൽ അത് കുറച്ച് നേരം ടൈം എടുത്ത് പറയേണ്ടുന്ന ഒരു തിയറിയാണ്. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ റൈറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഈ ഡ്യൂട്ടി സ്ഥാപിക്കേണ്ടുന്നത് കൂടെ ചുമതലയാണ്. കാരണം അത് ആ റൈറ്റ് അവിടെ കൊടുക്കുന്നു, അപ്പോൾ അതേ സമയം ആ ഡ്യൂട്ടിയും അവിടെ എക്സർസൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതത്രയാണ്. നമ്മളത് ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ പറഞ്ഞു തരും കേട്ടോ. നമുക്ക് ജൂറിസ്പ്രുഡൻസിലെ ഒരു പോർഷൻ തന്നെയാണത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കിക്കോളൂ. വാട്ട് അമംഗ് ദി ഫോളോയിങ് ഡസ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആക്യുറേറ്റ്ലി റെപ്രസെൻറ്റ്സ്? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലായോ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവർക്ക് മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, ഇപ്പം നമ്മൾ ഇതിന് മുമ്പേ പഠിച്ച ലീഗൽ റൈറ്റ് ആൻഡ് ലീഗൽ ഡ്യൂട്ടി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ബാക്കി ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് എന്താണ് ഗോൾഡൻ റൂള് അല്ലേ, റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ഇതിലൊക്കെ ആ റൂൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ പണ്ടൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആൻസർ ആയിരിക്കും ഓപ്ഷനിലുള്ളത്. ആ ഷോർട്ട് ആൻസർ അങ്ങ് ആൻസർ ചെയ്ത് പോയിരുന്നാൽ മതി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂസിങ് ആക്കിക്കൊണ്ട്, അതായത് ഒരു ഓപ്ഷനിൽ തന്നെ കൃത്യമായി പഠിച്ച ആൾക്കും കൃത്യമായി പഠിച്ചതല്ലാത്ത ആൾക്കുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ മുക്കും മൂലയും ഒക്കെ നോക്കിയിരിക്കുവാണെങ്കിൽ നമുക്കതിന് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. കാരണം അതിനുള്ള ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നന്നായി ആക്കിയിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആ ഓപ്ഷനിലേക്ക് എത്താൻ കഴിയും. നോക്കിയേ, ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. നമുക്ക് ഓണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഓണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സാക്ട്ലി ഓണർഷിപ്പ് എന്താണ്? നമുക്ക് അത് ഉപയോഗിക്കാനും നമുക്കത് കൈവശം വെക്കാനും ഉള്ള ഒരു അധികാരത്തെയാണ് നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഓണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലൊരു ടൈറ്റിലുണ്ട് അല്ലേ, നമുക്കത് ഉപയോഗിക്കാൻ കഴിയും, നമുക്കതിൻ്റെ കൈവശമുണ്ട്, നമുക്കത് കൈവശം വെക്കാൻ കഴിയും ആ പ്രോപ്പർട്ടി. അപ്പോൾ ഇനി നോക്കിക്കേ, ടെമ്പററി കൺട്രോൾ ഓഫ് പ്രോപ്പർട്ടി ആണോ? അല്ല. യൂസ് ഓഫ് പ്രോപ്പർട്ടി വിത്തൗട്ട് പൊസഷൻ, ഞാൻ പറഞ്ഞു ഉപയോഗിക്കാൻ പറ്റണം, അതുമല്ല. പൊസഷൻ വിത്തൗട്ട് യൂസ് ഓഫ് പ്രോപ്പർട്ടി, അതിന് കാര്യമില്ലല്ലോ, അതും തെറ്റാണ്. യൂസ് ആൻഡ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി അല്ലേ, നമുക്ക് ഉപയോഗിക്കാനും അതിൻ്റെ കൈവശം വെക്കാനും കഴിയും. അപ്പോൾ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, ഇതിൻ്റെ ആൻസർ യൂസ് ആൻഡ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് the use of a non-obstante clause in any statute signifies. ഈ നോൺ ഒബ്സ്റ്റാൻഡെ ക്ലോസ് എന്താണ്? ഈ നോൺ ഒബ്സ്റ്റാൻഡേക്ക് വേറൊരു വാക്ക് പറയും, നോട്ട് വിസ്റ്റാൻഡിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബെയർ ആക്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ബെയർ ആക്ടിലൊരു വാചകമുണ്ട്, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ ലോ. ഇങ്ങനൊരു വാക്യമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇതിനർത്ഥം എന്ന് പറയുന്നത് നോൺ ഒബ്സ്റ്റാൻഡെ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാര്യവും കൃത്യമായിട്ട് അങ്ങ് പറയുവാണ്. ഇനി വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടുകൾ, അതായത് ഇതൊരു ലീഗൽ പ്രൊവിഷനാണ് ഈ നോട്ട് വിസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നോൺ ഒബ്സ്റ്റാൻഡെ ക്ലോസ് എന്നും നോട്ട് വിസ്റ്റാൻഡിങ് എന്നും പറയുന്നത് ഒന്നിനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ നോൺ ഒബ്സ്റ്റാൻഡെ എന്നതിന് പകരം ഇത് യൂസ് ഓഫ് എ നോട്ട് വിസ്റ്റാൻഡിങ് ക്ലോസ് എന്നും ചോദിക്കാം. രണ്ടും ഒരേ അർത്ഥമാണ് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻ മറ്റെന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞാലും ഈ പറയാൻ പോകുന്ന കാര്യം പ്രിവൈൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് മറ്റെന്ത് കാര്യത്തെക്കുറിച്ച്, മറ്റിപ്പം നമുക്കറിയാം ടാക്സേഷനിലോ അഡ്മിനിസ്ട്രേറ്റീവിലോ പല മാറ്ററുകളിലും ചില കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും പറയുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും നിയമത്തെ ബാധിച്ചേക്കാം എന്ന് ഒരു തോന്നൽ വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഇതൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്ലാസ് എടുക്കുമ്പം കൃത്യമായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞുതരാം. ഇത് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗത്തെ പ്രധാനപ്പെട്ട ക്ലോസുകളെ കുറിച്ച് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ നോട്ട് വിസ്റ്റാൻഡിങ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ട് വിസ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാര്യം പറയുന്നു, ഇതൊരു കാര്യത്തെയും എന്ത് ചെയ്യുന്നില്ല,
ഇത് വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഒരു ഓവർ റൈഡിങ് ഇഫക്റ്റ് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യത്തിനാണ് പ്രാധാന്യം, ഇത് മറ്റൊന്നിനെയും ബാധിക്കുന്നില്ല, മറ്റൊരു കാര്യത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെയാണ് ഈ നോട്ട് വിസ്റ്റാൻഡിങ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിൽ വെച്ചിട്ട് നോക്കിയേ. എ പ്രിസംഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി അതാണോ? അല്ല. ആൻ എക്സ്പ്ലിസിറ്റ് ഓവർ റൈഡ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻസ് ഇൻ അതർ ലോസ്. അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു ഓവർ റൈഡിങ് ഇഫക്റ്റ് പറയും. ഞാൻ പറഞ്ഞു നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം മറ്റ് ഒരു ലോസിനെയും ബാധകമാക്കുന്നില്ല, ഇത് ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പൊ പറയാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ അതൊരു ഓവർ റൈഡ് കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻസ് ഇൻ അതർ ലോസ്. ഇത് കറക്റ്റ് ആണല്ലേ? അപ്പോൾ നമുക്കിവിടെ നിർത്താം. അടുത്തത് നോക്കാം. ദ ഡെലിഗേഷൻ അതൊന്നും വരുന്നില്ല. എ ലിമിറ്റേഷൻ ഓൺ ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ അതുമല്ല. കറക്റ്റ് ആൻസർ എന്താ? ആൻ എക്സ്പ്ലിസിറ്റ് ഓവർ റൈഡ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻസ് ഇൻ അതർ ലോസ്. ഇതാണ് കറക്റ്റ് ഉത്തരം. മനസ്സിലായല്ലോ? ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുന്ന ഒരു മെത്തേഡ്, ആ വേ എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ ആൻ എക്സ്പ്ലിസിറ്റ് ഓവർ റൈഡ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻസ് ഇൻ അതർ ലോസ്, ഇതാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആദ്യം നിങ്ങൾ നോട്ട് വിസ്റ്റാൻഡിങ് ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കണം. നോൺ വിസ്റ്റാൻഡിങ് ക്ലോസ് പറയുന്നത് എന്താ? ഇതൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഓവർ റൈഡിങ് ഇഫക്റ്റ് ആണ്, മറ്റുള്ള നിയമങ്ങളുടെ മുകളിൽ ഓവർ റൈഡിങ് ഇഫക്റ്റ്. അതായത് ഈ നിയമം, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായും മറ്റൊരു നിയമത്തെയും ബാധിക്കുന്നില്ല, അതിനെ ഓവർ റൈഡ് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? അത് അങ്ങനെ ബാധകമായാലും ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ല, ഈ നിയമമായിരിക്കും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പം നമ്മളിത് ബെറാക്റ്റിൽ കാണാറുണ്ട്, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ ലോ. മനസ്സിലായല്ലോ? ഇതിനെയാണ് നമ്മൾ നോൺ ഒബ്സ്റ്റാൻഡിങ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. വെൻ സ്റ്റാറ്റ്യൂട്ട്സ് ആർ സെഡ് ടു ബി ഇൻ പാരി മെറ്റീരിയ ദ കോർട്ട് മേ ഇന്റർപ്രറ്റ് ദം. എന്താണ് പാരി മെറ്റീരിയ? പാരി മെറ്റീരിയ എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം പഠിച്ചു വെക്കുക. സെയിം മാറ്റർ ഓർ സെയിം സബ്ജക്റ്റ്, ഇതാണ് പാരി മെറ്റീരിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ? ഇനി ഓപ്ഷനിലേക്ക് പോവേ. അതായത് നമ്മളിപ്പോൾ ഒരു ആക്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ സെയിം മാറ്റർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ നമ്മൾ ലീഗലി വിളിക്കുന്ന അതിൻ്റെ ഒരു ലീഗൽ മാക്സിമമായിട്ട് പറയുന്നത് മാറ്റർ ഇൻ പാരി മെറ്റീരിയ എന്നാണ്. അതായത് സെയിം മാറ്ററിനെ ആയിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന റെഫറൻസ് പ്രകാരം മാറ്റർ ഇൻ പാരി മെറ്റീരിയ, റെഫറൻസ് ടു ദി മാറ്റർ ഇൻ പാരി മെറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മാറ്റർ സെയിം സബ്ജക്റ്റ്. ഓപ്ഷനിലേക്ക് പോയേ. ഹാർമോണിയസ്ലി ആൻഡ് ടുഗദർ, based on legislative intent alone, independently and in isolation, strictly and literally. ഇത്രയും പറഞ്ഞിരിക്കുന്നതിൽ സെയിം മാറ്റർ സെയിം സബ്ജക്റ്റ്, ഈ സെയിം മാറ്ററിനെയും സെയിം സബ്ജക്റ്റിനെയും ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഹാർമോണിയസ്ലി ടുഗദർ, ഒരുമിച്ചാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടുന്നത്. കാരണം അതിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരേപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, വെൻ സ്റ്റാറ്റ്യൂട്ട്സ് ആർ ടു ബി ഇൻ പാരി മെറ്റീരിയ, ഇപ്പം സ്റ്റാറ്റ്യൂട്ട്സ് സെയിം മാറ്ററാണ് സെയിം സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ കോടതികൾ ചെയ്യേണ്ടത് എന്താണ്? അതിനെ ഒരേപോലെ ഹാർമോണിയസ്ലി, സെയിം മാറ്ററിനെ സെയിം സബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? ഹാർമോണിയസ്ലി ആൻഡ് ടുഗദർനെസ് കൊടുത്തുകൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. പിടികിട്ടിയല്ലോ? നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും പിന്നെ അതിനെ ബാധിക്കത്തില്ല. ഈ ഓപ്ഷൻസ് ഒക്കെ റോങ് ഓപ്ഷൻസ് ആണ്. കാരണം ആ റൂൾ തന്നെ, പാരി മെറ്റീരിയ റൂൾ തന്നെ പറയുന്നത് അതാണ്. ആ ലീഗൽ മാക്സിം തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ്? സെയിം മാറ്ററും സെയിം സബ്ജക്റ്റും ഹാർമോണിയസ്ലി ആൻഡ് ടുഗദറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ആ ക്ലാസ്സുകളിൽ അത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നോക്കിക്കോളൂ. വെൻ ഇൻ്റർപ്രറ്റിംഗ് എ പീനൽ സ്റ്റാറ്റ്യൂട്ട് ദ എഡ്ജുസ്തം ജനറീസ് ഈസ് റെലവൻറ്റ് ഫോർ. എന്താണ് എഡ്ജുസ്തം ജനറീസ്? എഡ്ജുസ്തം ജനറീസ് എന്ന് പറയുന്ന കാര്യം എന്താണ് പറയുന്നത്? ഈ എഡ്ജുസ്തം ജനറീസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേം ആണ്. ഇറ്റ് ഈസ് എ ലാറ്റിൻ ടേം
സെയിം കൈൻഡ്, ഒരേപോലെയുള്ളത്. മനസ്സിലായല്ലോ? സെയിം കൈൻഡ് അല്ലെങ്കിൽ ഓർ സെയിം നേച്ചർ എന്നാണ് നമ്മൾ എഡ്യൂസ്തം ജനറസിനെ വിളിക്കുക. അത് എന്താണ് ഈ എഡ്യൂസ്തം ജനറീസ്? അതായത് ഒരു പീനൽ സ്റ്റാറ്റ്യൂട്ട്, പീനൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ BNS പീനലാണ് അല്ലേ, പീനൽ സ്റ്റാറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ പീനൽ നിയമമാണ്. അപ്പോൾ ഈ പീനൽ നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്കും എഡ്യൂസ്തം ജനറീസിന് എന്ത് റെലവൻസിയാണ് ഉള്ളത്? ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഈ എഡ്യൂസ്തം ജനറീസ് എന്ന് പറയുന്ന റൂള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഗൽ ഇൻ്റർപ്രിട്ടേഷനിൽ ഇതിനെ ഒരു ജനറൽ വേർഡ്സും സ്പെസിഫിക് വേർഡ്സും അതിനകത്ത് കാണും. അപ്പം നമ്മൾ ഈ ജനറൽ വേർഡ്സിനെ ഒന്ന് ലിമിറ്റ് ചെയ്യും, എന്നിട്ട് സ്പെസിഫിക് വേർഡ്സിന് പ്രാധാന്യം കൊടുക്കും. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കാറ്, ബൈക്ക്, പിന്നെ ജീപ്പ്, ഇങ്ങനെ കുറേ തരത്തിലുള്ള വെഹിക്കിളിനെ ഞാനൊരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. കുറേ ടൈപ്പ് ഓഫ് വെഹിക്കിൾ. അപ്പോൾ ഈ വെഹിക്കിളിനെ എല്ലാം കൂടെ, ഇതിപ്പം ജനറൽ വേർഡ്സ് അല്ലേ, കാറ്, ബൈക്ക് അല്ലേ, ഇത് ജനറൽ ആയിട്ട് ഓരോ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് സെയിം കൈൻഡ് ഓഫ് കാര്യങ്ങളാണ്. ഇതെല്ലാം എന്താ? എല്ലാം വെഹിക്കിൾസാണ് അല്ലേ. ഇത് ഇത്രയും കാര്യങ്ങളും വെഹിക്കിൾസാണ്. ഈ സെയിം മാറ്ററിനെ അല്ലെങ്കിൽ സെയിം നേച്ചറിലുള്ള ഈ കാര്യങ്ങളെയെല്ലാം കൂടെ നമ്മൾ എന്ത് വിളിക്കും? ഇത് സെയിം നേച്ചറിലുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമ്മളെല്ലാം കൂടെ നിയമപ്രകാരം അതർ വെഹിക്കിൾസ് എന്ന് ഉൾപ്പെടുത്തി. പിന്നെ നമ്മൾ ഈ നിയമം ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം ത്രൂ ഔട്ട് എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്? കാറൊന്നും ബൈക്കൊന്നും പിന്നെ ജീപ്പൊന്നും ഒന്നും ഉപയോഗിക്കില്ല. അതർ വെഹിക്കിൾസ് എന്നായിരിക്കും നമ്മൾ ഈ ഒരു വാക്കുകളെ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മൾ ആ ജനറലായിട്ടുള്ള കാര്യത്തിനെ ഒന്ന് നാരോ ചെയ്തിട്ട് അതിനെ സ്പെസിഫിക്കിലേക്ക് കൊണ്ടുവരിക. പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് എഡ്യൂസ്തം ജനറീസ്. സെയിം കൈൻഡിലുള്ള മാറ്ററുകളെ എല്ലാം കൂടെ ഒരു പ്രത്യേക സെൻസ് ഓഫ് മീനിങ് കൊടുത്തിട്ട് അതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എഡ്യൂസ്തം ജനറീസ് എന്ന് പറയുക. ഇനി ഓപ്ഷൻസ് നോക്കിയേ. എക്സ്പാൻഡിങ് ദ സ്കോപ്പ് ഓഫ് പെനാൽറ്റീസ്, തെറ്റുത്തരം. ഇഗ്നോറിങ് ദി ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്, അതും തെറ്റ്. റിമൂവിങ് അംബിഗിറ്റീസ് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലാംഗ്വേജ്, അതും തെറ്റ്. പിന്നെന്താ? നാരോയിങ് ദ മീനിങ് ഓഫ് ജനറൽ വേർഡ്സ്. നമ്മളിപ്പോൾ ചെയ്തത് എന്താ? കാർ, ബൈക്ക്, ജീപ്പ്, ഇതിനെല്ലാം കൂടെ നാരോ ചെയ്തിട്ട് അതർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞൊരു പേരിലേക്ക് കൊണ്ടുവന്നു. നാരോയിങ് ദി മീനിങ് ഓഫ് ജനറൽ വേർഡ്സ്, വേർഡ്സിനെ എല്ലാം കൂടെ അങ്ങോട്ട് ഒറ്റ ഒന്നിലേക്ക്, അതായത് സെയിം കൈൻഡ് ഓഫ് ഇതിൽ വരുന്ന എല്ലാ കാര്യത്തിനെയും ഒറ്റ മീനിങ്ങിലേക്ക് കൊണ്ടുവരും. അപ്പം ജനറൽ ടേംസിനെ നാരോ ചെയ്യും. പിടികിട്ടിയല്ലോ? ഓക്കെ. നമുക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ദി റൈറ്റ് ടു പ്രൈവസി recognized in the Indian Constitution comes under which of the following fundamental rights? റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഏത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്തിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 21 നിങ്ങളൊന്ന് എടുത്ത് വായിക്കുക. ആർട്ടിക്കിൾ 21 എന്താണ്? ഇൻക്ലൂഡഡ് റൈറ്റ് ടു, ഇതിൽ ആർട്ടിക്കിൾ 21 എന്താ പറയണേ? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അല്ലേ? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പോൾ റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞ ഈ മാറ്ററിനെ ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. കാരണം നമുക്ക് സ്വകാര്യതയ്ക്കുള്ള അവകാശം നമ്മുടെ ഏത് മൗലികാവകാശത്തിൻ്റെ അണ്ടറിൽ വരുന്നു? നമുക്ക് ജീവിക്കാനുള്ള, സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അത് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് among the following options is not part of the directive principles of state policy? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗം അല്ലാത്തത് എന്താണ്?
അപ്പം നമുക്ക് ആയവ എന്തൊക്കെയാണെന്ന് നോക്കണം. ആദ്യം ഇത് നോക്കാം. പ്രൊമോഷൻ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിറ്റി ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. ഇതിവിടെ നിൽക്കട്ടെ. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇത് നമുക്ക് എന്താണ്? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസാണ്. നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് DPSP ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 51ാമത്തെ ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതായത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും പ്രൊമോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 51 ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് ജോലി ചെയ്യുന്നതിന് തുല്യമായുള്ള കൂലി. ആർട്ടിക്കിൾ 39D ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്, അതായത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പഠിക്കുന്നതിനുള്ള അവകാശം, പബ്ലിക് അസിസ്റ്റൻസ് എന്ത് കാര്യത്തിൽ? ജോലിയില്ല, തൊഴിൽരഹിതരായിട്ടുള്ളവർക്ക്, ഓൾഡ് ഏജിലുള്ളവർക്ക്, സിക്നെസ്സിൽ അസുഖത്തിലുള്ളവർക്ക്, ഡിസേബിൾമെൻറ്റിലുള്ളവർക്ക്. ഇത് ആർട്ടിക്കിൾ 40. റൈറ്റ് വർക്ക് എന്നുള്ളത് നിങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഭാഗം മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ആർട്ടിക്കിൾ 41 പറയുന്നത്. ഓക്കെ, ഇനി ഇതിലോട്ട് വരാം. പ്രൊമോഷൻ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ, അതായത് സയൻറ്റിഫിക് ടെമ്പർ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഹ്യൂമാനിറ്റി, സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അണ്ടർ ആർട്ടിക്കിൾ 51A ക്ലോസ് H. ഓക്കെ, അപ്പോൾ ഇതിൽ വിച്ച് അമംഗ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ദിസ് ഈസ് ദി ആൻസർ. ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ പാർട്ടല്ല. അപ്പോൾ ഈ ഓപ്ഷനാണ് ശരി. ഈ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്താ? പ്രൊമോഷൻ, ആർട്ടിക്കിൾ 51. അതൊരു DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതും ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. റൈറ്റ് ടു വർക്ക്, അതും എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. ഓക്കെ ആണല്ലോ? നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എക്സാം നമ്മൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇതിനെ അഭിമുഖീകരിക്കേണ്ടുന്നത്, പഠിക്കേണ്ടുന്നത് എന്നുള്ള ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The concept of judicial review in India allows for the judiciary. അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് അലൗ ചെയ്യുന്നുണ്ട്, ജുഡീഷ്യറിക്ക് അലൗ ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലെജിസ്ലേച്ചർ പാസ്സാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ജുഡീഷ്യറിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വഴി എക്സിക്യൂട്ടീവിന് നിയമം പാസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളിൽ കൃത്യതയില്ലെങ്കിൽ, കാരണം ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും വരാൻ പാടില്ല, അത് ഓവർറൈഡ്, അത് അൾട്രാ വയേഴ്സ് ആണ്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ വിത്തിൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നിയമം നിർമ്മിക്കാൻ പാടുള്ളൂ. ഈ എബവ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ജുഡീഷ്യറിക്ക് നോക്കാൻ പറ്റും ഈ നിയമം കൃത്യമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വന്നേ. ഇൻട്രൊഡ്യൂസ് ജുഡീഷ്യൽ ലെജിസ്ലേഷൻ. അപ്പോൾ നമുക്കിത് പ്രഥമ ദൃഷ്ടിയാ ശരിയായിട്ട് തോന്നും, പക്ഷെ ഇത് ശരിയല്ല. കാരണം ജുഡീഷ്യൽ ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമൊന്നും അല്ല ജുഡീഷ്യൽ റിവ്യൂ. അതിലും ബെറ്റർ ആൻസർ ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരേ 2 ഓപ്ഷൻസ് ശരിയായിട്ട് തോന്നിക്കും. ടു ഓവർ റൈഡ് ജുഡീഷ്യൽ ഡിസിഷൻ, അതല്ലെന്നറിയാം. ടു പ്രൊനൗൺസ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ദി ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ട്. ഇത് നോക്കിയേ, ടു പ്രൊനൗൺസ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിലൊന്നും പോകാൻ പാടില്ല, വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ പാടുള്ളൂ. ഓഫ് ദി ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ട്, അല്ലേ? ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നിയമം നിർമ്മിക്കുമെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരാം. ടു പ്രൊനൗൺസ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ദി ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ട്. ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഫേമസ് കേസ്, ഒരു കേസിലാണ് നവതേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നമുക്ക് നമ്മുടെ ഈ കോഴ്സിനകത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റഡ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് തരും, ക്ലാസിക്കൽ ജഡ്ജ്മെൻറ്റ്സ്. ആ ജഡ്ജ്മെൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ആ ജഡ്ജ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരു 2 വരി 3 വരിയിൽ ആ ജഡ്ജ്മെൻറ്റ്സ് തീരുകയാണ് ചെയ്യുന്നത്. ആ ഡിസിഷൻ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്താണ് അത്, നമുക്ക് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ആ ജഡ്ജ്മെൻറ്റ്, കളക്ഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ് തരും. ആ ജഡ്ജ്മെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിനേഷന് ഇത്ര ജഡ്ജ്മെൻറ്റ്സ് ആണ് ചോദിക്കുക. ആ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങളങ്ങ് പഠിച്ചിരുന്നാൽ മതി. അത് എന്തൊക്കെയാണ് എക്സാക്റ്റ് അതിൻ്റെ ഡിസിഷനും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നമ്മൾ തിരഞ്ഞെടുത്ത ജഡ്ജ്മെൻറ്റ്സ് ആണ് തരുന്നത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ജഡ്ജ്മെൻറ്റ്, ഞാനിപ്പോൾ അത് ഓർത്തപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഈ ജഡ്ജ്മെൻറ്റ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവതേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ദ സുപ്രീം കോർട്ട് ഇൻ ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ഇതിൻ്റെ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസെക്ഷൽ സെക്സിനെ അതിനെ നിയമപരമായിട്ട് കുറ്റമല്ലാതാക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണത്. അതായത് ഹോമോസെക്ഷൽ സെക്സ് ആപ്ലിക്കബിൾ ആണ്, അതിനെ ഡീക്രിമിനലൈസ് ചെയ്യുക ചെയ്യുന്നത്. ഇതാണ് റൈറ്റ് ആൻസർ. ഇനി ഇതിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇതിലോട്ട് ചിന്തിക്കും, അലൗഡ് ഫോർ ദ സെയിം സെക്സ് മാരേജ്, കാരണം രണ്ടും തമ്മിൽ എന്തോ ഒരു റിലേഷൻ തോന്നിക്കുന്നത് കൊണ്ട്. പക്ഷെ അല്ല, ഈ ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഡീക്രിമിനലൈസ്ഡ് കൺസെൻഷ്വൽ ഹോമോസെക്സ്, അതായത് കൺസെൻഷ്വൽ ആണ്. അതായത് ഉഭയകക്ഷി രണ്ടുപേരുടെയും സമ്മതപ്രകാരമുള്ള ഒരു ഹോമോസെക്ഷൽ ആക്ടിവിറ്റിയെ എന്ത് ചെയ്യുന്നു? ഡീക്രിമിനലൈസ് ചെയ്യുന്നു, നിയമവിരുദ്ധ, അത് നിയമപരമായിട്ട് കുറ്റമല്ലാതാക്കി മാറ്റുന്നു. പിടികിട്ടിയല്ലോ? അപ്പോൾ ഉത്തരം ഇതാണേ. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാവേ. ആസ് പെർ ദി RTI ആക്ട് 2000, എന്താണ് RTI ആക്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. As per the RTI Act 2005, how is disclosing information related to third parties deal with? എന്താണ് തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്താണ്? RTI ആക്ടിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നുണ്ട്. തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഒരു വിവരം കൊടുക്കുന്നതിനെ കുറിച്ച് അതിൽ പറയുന്നു. എന്താണ് ഈ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ കൊണ്ട് നിയമപരമായിട്ടുള്ള മീനിങ് എന്താണ്, അത് ഏത് രീതിയിലാണ് നടപ്പാകുന്നത് എന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ RTI ആക്ട് ഇനാക്ട് ചെയ്ത വർഷം, ഇനാക്റ്റഡ് ഓൺ October 12, 2005. October 12, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇനാക്ട് ചെയ്തത്. ഇതൊരു ബോണസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എടുത്തോ, കാരണം ഇതിനകത്ത് നമുക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. RTI ആക്ട് നിലവിൽ നമുക്ക് RTI ആക്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വർഷം ചോദിക്കാം, ദിവസവും ചോദിക്കാം. October 12, 2005. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരണമല്ലോ. അതായത് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ തേർഡ് പാർട്ടി ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നത്, ഇറ്റ് അലൗസ് ഫോർ പബ്ലിക് അതോറിറ്റീസ് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ വിത്തൗട്ട് കൺസിഡറിങ്. അതായത് തേർഡ് പാർട്ടിയെ കൺസിഡർ ചെയ്യാതെ വിവരം കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് തെറ്റുത്തരമാണ്. പിന്നെ ഇറ്റ് റിക്വയർസ് പബ്ലിക് അതോറിറ്റീസ് ടു സീക്ക് ദി കൺസെൻറ്റ് ഓഫ് തേർഡ് പാർട്ടീസ് ബിഫോർ ഡിസ്ക്ലോസിങ് ഇൻഫർമേഷൻ ഇൻ മോസ്റ്റ് കേസസ്. ഇത് ഓപ്ഷൻ വലിയ തിരക്കേടില്ല അല്ലേ? നമുക്കിതിനെ ഇവിടെ സ്റ്റാർ ഇട്ട് നിർത്താം. ഓക്കെ, ഇറ്റ് പ്രിവെൻറ്റ്സ് പബ്ലിക് അതോറിറ്റീസ് ഫ്രം ഡിസ്ക്ലോസിങ് എനി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു തേർഡ് പാർട്ടി. അത് തെറ്റുത്തരമാണ്. കാരണം തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് അതോറിറ്റി നമുക്ക് തരാറുണ്ട്. വിവരാവകാശം ഇപ്പം നമ്മളൊരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു വിവരാവകാശം ഫയൽ ചെയ്തു പബ്ലിക് ഓഫീസിൽ. എനിക്ക് ഇന്നൊരു പാർട്ടിയെക്കുറിച്ച്, അത് അല്ലെങ്കിൽ ഇന്ന ഒരു അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പം താങ്കളുടെ കീഴ് ജീവനക്കാരനായ ഇന്ന ഉദ്യോഗസ്ഥൻ്റെ ഇന്ന പബ്ലിക് റെക്കോർഡ് അല്ലെങ്കിൽ ഇന്ന ഒരു വിവരം എനിക്ക് വേണം എന്ന് ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള. എനിക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, തരാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ റീസണബിൾ ഗ്രൗണ്ടിൽ തരാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ലൈഫിനെ, ലിബർട്ടിയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു മാറ്റർ അല്ല. അപ്പോൾ ആ ഇൻഫർമേഷൻ തരാൻ കഴിയുന്ന ഇൻഫർമേഷനാണ്. ഇതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിവരാവകാശ പ്രകാരം തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇറ്റ് റിക്വയർസ് പബ്ലിക് അതോറിറ്റീസ് ടു സീക്ക് ദി കൺസെൻറ്റ് ഓഫ് തേർഡ് പാർട്ടി. കൺസെൻറ്റ് ഓഫ് തേർഡ് പാർട്ടി എടുത്തിരിക്കണം ബിഫോർ ഡിസ്ക്ലോസിങ് ഇൻഫർമേഷൻ ഇൻ മോസ്റ്റ് കേസസ്. എല്ലാ കേസസിലും അല്ല, മോസ്റ്റ് കേസസിലും ഈ തേർഡ് പാർട്ടിയുടെ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെൻറ്റ് എടുത്തിട്ട് വേണം മോസ്റ്റ് കേസസിൽ തരാനായിട്ട്. ഇതാണ് ഏകദേശം ആക്യുറേറ്റ് ആയ ആൻസർ. ഏകദേശം അല്ല, ഈ ചോദ്യത്തിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്. ഈ തേർഡ് പാർട്ടിയെ എക്സംപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഈ ഉത്തരം തെറ്റാണ്, ഡി തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ ബി. കാരണം അതിൽ ആസ് പെർ ദി RT Act 2005 ഹൗ ഈസ് ഡിസ്ക്ലോസിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു തേർഡ് പാർട്ടി, എങ്ങനെയാണ് ആ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഡീൽ ചെയ്യുന്നത്. പബ്ലിക് അതോറിറ്റീസ്, കൺസെൻറ്റ് ഓഫ് തേർഡ് പാർട്ടീസ്, ഇൻഫർമേഷൻ ഇൻ മോസ്റ്റ് കേസസ്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. Which of the following statements accurately describes the jurisdiction of Lokpal and Lokayukta in India? നമ്മൾ ഈ ലോക്പാൽ ലോകായുക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? നമുക്ക് അണ്ണാ ഹസാരയുടെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു മൂവ്മെന്റ്. നമുക്ക് ലോക്പാൽ ലോകായുക്ത ആക്ട് ഒക്കെ സിലബസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലാസ്സുകളിൽ ഈ പോയിന്റ്സ് കൂടുതലായിട്ടുണ്ടാവും. ഇപ്പോൾ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് വാസ്റ്റായിട്ട് പറയുന്നില്ല, റിലേറ്റ് ചെയ്ത ഫാക്ട്സ് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോക്പാലും ലോകായുക്ത എന്ന് പറയുന്ന രണ്ട് ബോഡിയാണ്. നമുക്ക് ഈ കറപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡീസാണ്. ഈ ലോക്പാൽ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും ലോകായുക്ത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ബോഡിയാണ്. ഓക്കെ, അതായത് പബ്ലിക് ഇതിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പബ്ലിക് ആക്സസ് ചെയ്യുന്ന അവിടുത്തെ കറപ്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ലോക്പാലും ലോകായുക്തയും. അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അത് ബാക്ക് ഹിസ്റ്ററി. അപ്പോൾ ഇത് എന്താണ് നമുക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ജൂറിസ്ഡിക്ഷൻ ആണ്. ആ പോയിന്റ് റൗണ്ട് ചെയ്യുക, ലോക്പാൽ ആൻഡ് ലോകായുക്ത. അപ്പോൾ Lokpal has the jurisdiction over the central government. Lokayukta has the jurisdiction over the state government. This is the right answer. നമുക്ക് ജൂറിസ്ഡിക്ഷൻ മതി. ജൂറിസ്ഡിക്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ആക്ട് പഠിക്കുമ്പോൾ നമുക്ക് വാസ്റ്റായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് 1985. നമുക്ക് ഈ ഇങ്ങനൊരു ആക്ട് ഉണ്ട്. ഇതിൽ നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് എന്തെങ്കിലുമൊക്കെ പരാതികൾ ഫയൽ ചെയ്യുന്നതിനും ഒക്കെ ഉള്ളൊരു ബോഡിയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. നിയമബിരുദമുള്ളവർക്ക് ഡിസൈറബിൾ ആയിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. നമുക്ക് കേരള PSCയുടെ ഇതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക, നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഫാൽക്കൺ PSCയുടെ ക്ലാസ്സുകളും ഉടനെ ഇതിൻ്റെ പേരിൽ നമ്മളുടെ ഈ ഒരു ഇതിനെ ആരംഭിക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 എന്ന് പറയുന്ന ഈ ഒരു ആക്ട് രണ്ട് ട്രിബ്യൂണലിനെ നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും പറയുന്നുണ്ട്, CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പഠിക്കാൻ സിലബസിൽ ഞാനിപ്പോൾ സിലബസ് ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ ഒരു സർവീസ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകൾ കേൾക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓപ്ഷനിലേക്ക് നോക്കിയേ, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി. ഞാൻ പറഞ്ഞ അല്ല, ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. മെമ്പേഴ്സ് ഓഫ് ദി ജുഡീഷ്യറി അല്ല, മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ. ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ്. അവർക്ക് പരാതികളും തർക്കങ്ങളും അവരുടെ നെഗോസിയേഷനും ഒക്കെ നടക്കുന്ന അവിടെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാ? ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ ഇതിലിനി നമുക്ക് കൂടുതൽ
ഇല്ല, അത്രയും തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം പോവാം. ഓക്കെ, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്? അല്ലേ, കേരള സ്റ്റേറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ആക്ട് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഒരു മൈനർ ആക്ട് ആയിട്ട് നമുക്ക് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 2-ലോ 3-ലോ മറ്റോ ആണ് നമുക്ക് ഇങ്ങനെ ഒരു ആക്ട്. 3-ലല്ല, മൊഡ്യൂൾ 2-ലാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ട് ഞാൻ പറഞ്ഞു അന്ന്, അപ്പോൾ ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ആക്ടിൻ്റെ സ്പെസിഫിക് പർപ്പസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ വേറെ ആക്ട് എടുത്ത് വെച്ച് ഫസ്റ്റ് ഇപ്പോൾ 30 സെക്ഷൻ ഉണ്ടെങ്കിൽ 30 വരെ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ കൃത്യമായിട്ട് എക്സാമിനേഷൻ പോയിന്റിൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012. എന്തിനാണ് ഈ ആക്ടിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? അതായത് ഈ ആക്ട് എന്താണെന്നറിയാമോ? നമുക്ക് സിറ്റിസൺസിന് പെട്ടെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള എന്ത് കിട്ടുന്നു, സർവീസസ് കൊടുക്കുന്ന ഒരു ആക്റ്റാണ് ഈ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസസ് ആക്ട്. അതായത് പൗരന്മാർക്ക് അവർക്കൊരു വിവരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ല ഇത്, അവർക്ക് സേവനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു നിയമം. അതായത് പൗരന് ഒരു സേവനത്തെക്കുറിച്ചൊരു വിവരം അറിയണം, അപ്പോൾ അയാൾക്ക് അതിനോട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയും അവർക്ക് പെട്ടെന്ന് അതിനുള്ള സേവനങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു നിയമമാണ് കേരള സ്റ്റേറ്റ് ടു റൈറ്റ് ടു സർവീസസ് ആക്ട്. ഇതൊരു സേവനം എന്നുള്ളത്, റൈറ്റ് ടു സർവീസ് അല്ലേ, നമുക്കൊരു സേവനം പെട്ടെന്നായിട്ട് നൽകുന്നു. അപ്പോൾ ഇതിൽ നോക്കിയേ, ടു റെസ്ട്രിക്ട് ആക്സസ് ടു ഗവൺമെൻറ് സർവീസ് അല്ല, ടു ഇൻക്രീസ് ബ്യൂറോക്രസി അതും അല്ല, ടു എക്സ്പീഡിയേറ്റ് ദി ഡെലിവറി ഓഫ് സർവീസ് ടു സിറ്റിസൺസ്. ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാൻ ഈ ആക്ട് ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ആക്ടിൻ്റെ സ്പെസിഫിക് കോർ ഏരിയ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് വറീഡ് ആവണ്ട. നമ്മൾ ഇത് ഓർത്താൽ മതി, ടു എക്സ്പീഡിയേറ്റ് ദ ഡെലിവറി ഓഫ് സർവീസ് ടു സിറ്റിസൺസ്. ഓക്കെ, സിറ്റിസൺസിന് സർവീസ് കൊടുക്കുന്ന ഒരു ആക്റ്റാണ്. ടു ഇൻക്രീസ് ആക്സസ് ടു ഗവൺമെൻറ് സർവീസ് അതും അല്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. കാരണം ഡെലിവറി ഓഫ് സർവീസ് ടു സിറ്റിസൺസിനെ ഓർക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വാട്ട് വേ ഡസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പിൽ അല്ലേ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി ജുഡീഷ്യൽ ആക്ടിവിസം? എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അതായത് ജസ്റ്റിസ് PN ഭഗവതി, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്റ്റിസ് PN ഭഗവതി, ഇദ്ദേഹം ഒരുപാട് ജുഡീഷ്യൽ ആക്ടിവിസം എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്ന് പറയാം. അതായത് ഒരു ജുഡീഷ്യറിയിലുള്ള ഒരു പ്രിസൈഡിങ് ഓഫീസർക്ക് അഥവാ ജുഡീഷ്യറിക്ക് കിട്ടുന്ന പ്രത്യേകപരമായ ഒരു അവകാശമാണ് അവരുടെ വിവേചനാധികാരമുണ്ട്. അതായത് അവർക്ക് മാറ്റേഴ്സിന്മേൽ കുറച്ച്, അതായത് ജഡ്ജസ് ഒരിക്കലും ഔട്ട്സ്പോക്കൺ ആകരുതെന്ന് പറയും, പക്ഷേ പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാനും അവർക്ക് അതിൽ കൃത്യമായിട്ട് ഇടപെടാനും കഴിയുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അതിൽ ജുഡീഷ്യൽ ആക്ടിവിസം നന്നായിട്ട് റോള് വഹിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് MC മേത്തയുടെ കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ MC മേത്തയുടെ കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് പരിസ്ഥിതി മലിനീകരണം അല്ലേ, ഗംഗാനദിയുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ മാറ്ററിലൊക്കെ MC മേത്ത ഒരുപാട് പില്ല് പോയിട്ടുണ്ട്. അതിലൊക്കെ ജുഡീഷ്യറി കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്ത വിശാഖയുടെ കേസ്, പിന്നെ ഹുസൈനാര കാർട്ടൂൺ അല്ലേ, പിന്നെ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ആ കേസ്, സുനിൽ ബാദ്രയുടെ കേസ്, പിന്നെ തീഹാർ ജയിലിലെ തടവുകാർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, അതിനെതിരെ പോയിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്, ഇതെല്ലാം എന്താ
അണ്ടർ ട്രയലിലുള്ള പ്രിസണേഴ്സിന് റൈറ്റ്സ് കൊടുത്തുകൊണ്ടുള്ളത്, പ്രിസണർ റൈറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് ബില്ലിൽ മറുപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ജുഡീഷ്യൽ ആക്ടിവിസം, അതായത് കൃത്യമായിട്ട് ജുഡീഷ്യറി അതിനകത്ത് നിയമം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാൻകൈൻഡ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നിയമ വിഷയത്തിൽ നിയമത്തിനോടൊപ്പം തുല്യമായിട്ട് മാൻകൈൻഡിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇടപെട്ട് ഒരു ഡിസിഷൻ പറയുന്നു. അപ്പോൾ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അറിയാലോ, ഒരു വിഷയത്തിന്മേൽ സഫിഷ്യൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പബ്ലിക് മാറ്ററിന്മേൽ സഫിഷ്യൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ആ ഒരു നിയമ പ്രശ്നത്തിന്മേൽ ബില്ല് ഫയൽ ചെയ്യാം, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. അത് പ്രത്യേകമായിട്ട് ഫോർമാറ്റ്, നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി പോയാൽ തന്നെ അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണെങ്കിൽ അതിനൊരു ബില്ലായിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബില്ല് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ബൈ അഡ്വക്കേറ്റിംഗ് ഫോർ ജുഡീഷ്യൽ റെസ്ട്രെയിൻറ്റ്, അതല്ല, ബൈ എൻകറേജിങ് പ്രോ ആക്റ്റീവ് ജുഡീഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ പബ്ലിക് മാറ്റേഴ്സ്, അതവിടെ നിൽക്കട്ടെ, ബൈ റെസ്ട്രിക്റ്റിംഗ് ദ പവേഴ്സ് ഓഫ് ജുഡീഷ്യറി, അതുമല്ല, ബൈ ലിമിറ്റിംഗ് ദ സ്കോപ്പ് ഓഫ് ലീഗൽ ഇൻ്റർവെൻഷൻ. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ബൈ എൻകറേജിങ് പ്രോ ആക്റ്റീവ് ജുഡീഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ പബ്ലിക് മാറ്റേഴ്സ്. അതായത് ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ജുഡീഷ്യൽ ഇൻവോൾവ്മെൻറ്റ് പബ്ലിക് മാറ്റേഴ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് പബ്ലിക്കിന് ഇടപെടാൻ കഴിയുന്ന പബ്ലിക്കിൻ്റെ മാറ്റേഴ്സിൽ ഒരു ജുഡീഷ്യൽ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പില്ലെന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്ന തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, പില്ലെന്ന് പറയുന്ന ഫോക്കസ് ചെയ്യുന്ന തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള മാറ്ററിന്മേൽ ഇടപെടാനുള്ള കോടതിയുടെ അവകാശമാണ്, കോടതിയുടെ ഇടപെടലാണ്. അപ്പോൾ പ്രോ ആക്റ്റീവ് ജുഡീഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ പബ്ലിക് മാറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഒന്നും കൂടെ നോക്കിയാൽ, ഇൻ വാട്ട് വേ ഡസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ജുഡീഷ്യൽ ആക്ടിവിസം, ബൈ എങ്ങനെയാണ്, ഏത് വേയിലാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ഉത്തരം എന്താ, ബൈ എൻകറേജിങ് പ്രോ ആക്റ്റീവ് ജുഡീഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ പബ്ലിക് മാറ്റേഴ്സ്. മനസ്സിലായല്ലോ, കൂടുതൽ ഇടപെടാനും അതിനകത്ത് കൃത്യമായ വിധിന്യായങ്ങൾ കൊടുക്കാനും എന്തിനു കഴിഞ്ഞു, നമ്മുടെ ഈ ഒരു ജുഡീഷ്യൽ ആക്ടിവിസം മൂലം ബില്ല് വഴി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഓക്കെ, വാട്ട് ഡിഫറൻഷിയേറ്റ് പ്രോമിസറി എസ്റ്റോപ്പൽ ഫ്രം ട്രഡീഷണൽ കോൺട്രാക്ട് ലോ. നമ്മൾ പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞിട്ട് സിലബസിൽ തന്നെ കിടക്കുന്നുണ്ട്, പ്രോമിസറി എസ്റ്റോപ്പൽ. ഓക്കെ, വാട്ട് ഡിഫറൻഷിയേറ്റ് പ്രോമിസറി എസ്റ്റോപ്പൽ ഫ്രം ട്രഡീഷണൽ കോൺട്രാക്ട് ലോ. എന്താണ് പ്രോമിസറി എസ്റ്റോപ്പൽ ട്രഡീഷണൽ കോൺട്രാക്ട് ലോയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പം കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, അതിനകത്തൊരു സെറ്റ് ഓഫ് ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷൻ പഠിക്കാനൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. ആ ഡെഫിനിഷനാണ് ക്വസ്റ്റ്യനിൽ കൂടുതലും കോൺട്രാക്റ്റ് ആക്ടിൽ വരുന്നത്. സെക്ഷൻ 2 തൊട്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഡെഫിനിഷൻ ഓഫറി, എന്താണ് ഓഫർ, എന്താണ് ഓഫർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ ഓഫർ എന്നും ഇന്ത്യൻ ലോയിൽ അതിനെ പ്രോമിസ് എന്നും വിളിക്കും. ഓക്കെ, അപ്പം നമുക്ക് പ്രോമിസ് എന്നോ ഓഫർ എന്നോ ഓൾട്ടർനേറ്റീവായിട്ട് പറയാം. അപ്പോൾ ഓഫർ എന്താണ് പ്രൊപ്പോസൽ, എങ്ങനെയാണ് അത് അക്സെപ്റ്റൻസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ അതൊരു എഗ്രിമെൻ്റ് ആകുന്നു, എന്താണ് റെസിപ്രോക്കൽ കോൺട്രാക്റ്റ്, എങ്ങനെയാണ് പിന്നെ വോയിഡ് കോൺട്രാക്റ്റ് ആവുന്നത്, വോയിഡബിൾ കോൺട്രാക്റ്റ് ആവുന്നത്, എന്താണ് കോൺട്രാക്റ്റ്, എന്താണ് കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് സെക്ഷൻ 2 ക്ലോസ് H പ്രകാരം പറയുന്നു. കൺസിഡറേഷൻ നിർബന്ധമായിട്ടുള്ളതുകൊണ്ട് സെക്ഷൻ 25 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കുറേ കൺസിഡറേഷനെ ഒഴിവാക്കിയിട്ട് ഇതൊന്നും കൺസിഡറേഷൻ ആവശ്യമില്ല എന്നുള്ളത് സെക്ഷൻ 25 പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? സെക്ഷൻ 25 വിത്തൗട്ട് കൺസിഡറേഷൻ എന്താണ് അത് എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. കൺസിഡറേഷൻ വേണ്ടാത്ത ലവ് ആൻഡ് അഫെക്ഷൻ ഉള്ള കേസുകളിൽ കൺസിഡറേഷൻ വേണ്ട, അതുപോലെ തന്നെ ടൈം ബാർഡ് ഡെപ്റ്റ് ആണെങ്കിൽ വേണ്ട എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ലിമിറ്റേഷൻ ലോ അഫക്റ്റ് ചെയ്യുന്നതിനകത്ത് വേണ്ട എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ ക്ലാസ്സുകളിൽ അത് കൃത്യമായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എന്താണ്, നമ്മൾ മാലയിൽ ഇങ്ങനെ നമുക്ക് ഒരു നൂലിലിങ്ങനെ മുത്ത് കൊരിക്കില്ലേ, അതുപോലെ അതിൻ്റെ സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ കൺസിഡറേഷൻ ഓരോ ആ സെക്ഷൻ 2 എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണത്.
അപ്പം സമയക്കുറവുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസറി എസ്റ്റോപ്പൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം നമുക്കൊരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ സെക്ഷൻ 25 മാറ്റി നിർത്തുക. സെക്ഷൻ 25 കൺസിഡറേഷൻ വേണ്ടാത്ത കോൺട്രാക്റ്റാണ്. കൺസിഡറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സംതിങ് ഇൻ റിട്ടേൺ ആണ് കേട്ടോ. സംതിങ് ഇൻ റിട്ടേൺ, സംതിങ് ഇൻ റിട്ടേണിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. അതായത് നമ്മളൊരു കാര്യം, ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കാറ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് അതിനൊരു എമൗണ്ട് തരണം, എങ്കിലേ അതൊരു കോൺട്രാക്റ്റ് ആവത്തുള്ളൂ. കൺസിഡറേഷൻ ഈസ് നെസസറി ആണ്. അപ്പോൾ കൺസിഡറേഷൻ പ്രോമിസറി എസ്റ്റോപ്പലിൽ കൺസിഡറേഷൻ ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ പ്രോമിസറി എസ്റ്റോപ്പൽ ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ. എന്താണ് പ്രോമിസറി എസ്റ്റോപ്പലും ട്രഡീഷണൽ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ വേണം, പ്രോമിസറി എസ്റ്റോപ്പലിൽ ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ. മനസ്സിലായല്ലോ? ഇത് നമുക്ക് വളരെ ഇതൊരു ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. കൺസിഡറേഷൻ എപ്പോഴും കോൺട്രാക്റ്റിൽ നിർബന്ധമാണ്. പക്ഷേ സെക്ഷൻ 25 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ കൺസിഡറേഷൻ വേണ്ട, കൺസിഡറേഷൻ ആവശ്യമില്ല. കാരണം അത് എക്സെപ്ഷനാണ്, കൺസിഡറേഷൻ്റെ എക്സെപ്ഷനാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറലി ചോദിച്ചിരിക്കുകയാണ് ട്രഡീഷണൽ കോൺട്രാക്റ്റ്. ട്രഡീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ കൺസിഡറേഷനോട് കൂടിയ കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ ഈ പ്രോമിസറി എസ്റ്റോപ്പൽ ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോമിസറി എസ്റ്റോപ്പൽ റിക്വയർസ് ഫോർമൽ റിട്ടേൺ കോൺട്രാക്റ്റ്, അതൊന്നും മാച്ചിങ് അല്ല. ലിമിറ്റഡ് ടു സ്പെസിഫിക് ഇൻഡസ്ട്രീസ്, ഇതൊന്നും ഇതല്ല. അപ്പോൾ ഈ 3 ഓപ്ഷനും റോങ് ആണ്. റൈറ്റ് ഈസ് പ്രോമിസറി എസ്റ്റോപ്പൽ ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ പ്രോമിസറി എസ്റ്റോപ്പലും ട്രഡീഷണൽ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഓഫീസർ ഓഫ് എ കോർട്ട് ഓഫ് ജസ്റ്റിസ് ബീങ് ഓർഡേർഡ് ബൈ ദാറ്റ് കോർട്ട് ടു അറസ്റ്റ് ബൈ. ഇപ്പം നോക്കിയേ അപ്പോൾ എന്ന് പറയുന്ന ആൾ, ഇത് കൺഫ്യൂഷൻ ആവരുത്, എന്ന് പറയുന്ന ആൾ ഒരു ഓഫീസറാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി നിങ്ങൾ. ഓഫീസർ ഓഫ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ബീങ് ഓർഡേർഡ്, ഇദ്ദേഹമാണ് ഓർഡർ ചെയ്തത്. ഇദ്ദേഹം എന്ത് ഓർഡർ ചെയ്തു? ഓർഡേർഡ് അറസ്റ്റ് വൈ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അറസ്റ്റഡ് പേഴ്സൺ, ഇതിൽ അറസ്റ്റ് ചെയ്യേണ്ടുന്ന വ്യക്തി ആരാണ്? വൈ. ആഫ്റ്റർ ഡ്യൂ എൻക്വയറി, എൻക്വയറിക്ക് ശേഷമാണ് ബോധ്യപ്പെട്ടത് ഇസഡ് ടു ബി വൈ, അറസ്റ്റ് ഇസഡ് ആണ് എന്ന് കരുതി എന്ത് ചെയ്തു? ഇസഡ് ആണ് വൈ എന്ന് കരുതി ആരെ അറസ്റ്റ് ചെയ്തു? സെഡിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഓഫീസറാണ്, അദ്ദേഹം ഒരു കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ, നീതി നിർവഹിക്കുന്ന ഒരു ഓഫീസറാണ്. അദ്ദേഹം ഓർഡർ ചെയ്തു അറസ്റ്റ് ചെയ്യാനായിട്ട്. ആരെ? വൈയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ വൈ ആണെന്ന് കരുതിയിട്ട് സെഡിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറയുന്നത് ആരാ? ഇന്നസെന്റ് പേഴ്സൺ ആണ്. ഇവിടെ വൈയെ നമുക്ക് അക്യൂസ്ഡ് എന്ന് എഴുതി വെക്കാം, ഓക്കെ, തെറ്റാതിരിക്കാൻ. സെഡ് എന്ന് പറയുന്നത് ഇന്നസെന്റ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നോട്ട് ഗിൽറ്റി, അദ്ദേഹം ഗിൽറ്റി അല്ല. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സെഡിനെയാണ്. ഇവിടെ എന്താണ്? ഇതിൽ അല്ല ഓർഡർ. ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്ന് പറയുന്ന ഓഫീസർ കോടതിയുടെ ഉത്തരവിൻ പ്രകാരം ആരെ അറസ്റ്റ് ചെയ്തു? വൈയെ അറസ്റ്റ് ചെയ്യേണ്ടിടത്ത് സെഡിനെ കയറി അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് എന്നുള്ള ഒഫൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജനറലി നിയമത്തിൽ ഒരു പേര് വിളിക്കും. എന്താണെന്നറിയോ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഇത് ജനറൽ എക്സെപ്ഷനിൽ പെടുന്നതാണ്. ജനറൽ എക്സെപ്ഷൻ, അതായത് ചില കാര്യങ്ങൾ കുറ്റകൃത്യത്തിൻ്റെ പെർവ്യൂവിൽ വരുന്നില്ല. ചില ഒഫൻസുകൾ കുറ്റകൃത്യത്തിൻ്റെ പെർവ്യൂവിൽ വരുന്നില്ല, അത് പണിഷബിൾ ആകുന്നില്ല. അങ്ങനെ ഒന്നാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് BNS IPC പ്രകാരവും അതെ BNS പ്രകാരം എന്താണ്? എക്സെപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫാക്റ്റിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അറസ്റ്റ് വേണ്ടി വന്നത്. അത് എന്താണ്? ഹ്യൂമൻ ഇതാണല്ലേ, നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം എന്നുള്ള കൺസെപ്റ്റിൽ അതിനൊരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നു.
അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ അറസ്റ്റ് ചെയ്ത ആൾക്ക് എന്താ അവകാശമില്ലേ? അപ്പോൾ പക്ഷേ അത് നിയമപരമായിട്ട് ഈ വ്യക്തിക്ക്, ഈ ഓഫീസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ നിയമം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആൻ ഓഫീസർ ഓഫ് എ കോർട്ട് ഓഫ് ജസ്റ്റിസ് ബീങ് ഓർഡേർഡ് ബൈ ദാറ്റ് കോർട്ട് ടു അറസ്റ്റ് വൈ ആഫ്റ്റർ ഡ്യൂ എൻക്വയറി ബിലീവിങ് ഇസഡ് ടു ബി വൈ അറസ്റ്റ് ഇസഡ് ആണ് വൈ എന്ന് കരുതി ഇസഡിനെ അറസ്റ്റ് ചെയ്തു. വാട്ട് എ ഒഫൻസ് എ ഹാസ് കമ്മിറ്റഡ്. ഇതിനർത്ഥം ഇവിടെ നമ്മൾ നോക്കുക, എ ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ്. നമ്മൾ ജനറലി ഇത് പഠിച്ചിട്ട് പോയില്ലെങ്കിൽ ഇത് ഒഫൻസ് ആണ്, എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഇതിലേതെങ്കിലും ഓപ്ഷൻ ഇതാക്കും. ഇത് എന്താണ്? ജനറൽ എക്സെപ്ഷൻ. ജനറൽ എക്സെപ്ഷൻ പ്രകാരം, മിസ്റ്റേക്ക് ഓഫ് ആക്ട് പ്രകാരം ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ക്ലാസ്സുകളിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അടുത്തൊരു വലിയ ക്വസ്റ്റ്യൻ ആണേ, നോക്കുക. എ ജയിലർ, എ എന്ന് പറയുന്നത് ജയിലറാണ്. ഹാസ് ദ ചാർജ് ഓഫ് സെഡ് എ പ്രിസണർ. അപ്പോൾ എ ജയിലർ, സെഡ് പ്രിസണർ, ഇത്രയും നമ്മളിവിടെ എഴുതി വെച്ചു. എ ഇൻറ്റൻഡിങ് ടു കോസ് ഇസഡ് ഡെത്ത് ഇല്ലീഗലി ഒമിറ്റ്സ് ടു സപ്ലൈ സെഡ് വിത്ത് ഫുഡ്. എക്ക് എന്ത്, ഈ എ എന്ന് പറയുന്ന ഒരു പ്രിസണർ ഓഫീസറാണ്. അത് അവിടുത്തെ ഒരു പ്രിസണിലെ ഓഫീസറാണ് എ എന്ന് പറയുന്നത്. ജയിലറാണ് അല്ലേ? ജയിലർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ജയിലിൻ്റെ മൊത്തത്തിലുള്ള ചുമതല വരുന്ന ആ പ്രിസണേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടുന്നത് ഈ ജയിലറാണ്. ഈ ജയിലർ സെഡ് എന്ന് പറയുന്ന ഒരാളിനെ, അവിടുത്തെ പ്രിസണറായിട്ടുള്ള ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിൽ എയ്ക്കൊരു വിചാരമുണ്ട്, സെഡ് എങ്ങനെയെങ്കിലും മരിക്കണം. അതിനുവേണ്ടി മനഃപൂർവ്വം ഫുഡ് കൊടുക്കാതിരുന്നു. ഇല്ലീഗലി ഒമിറ്റ്സ് ടു സപ്ലൈ സെഡ് വിത്ത് ഫുഡ്. ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് സെഡിന് എന്ത് ചെയ്തു? കുറേ സ്ട്രെങ്ത് കുറഞ്ഞു. നമ്മളായാലും ഭക്ഷണം കുറേ ദിവസം കഴിക്കാതിരുന്ന് നോക്കി നമുക്ക് സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. ബട്ട് ദി സ്റ്റാർവേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു കോസ് ഓഫ് ഹിസ് ഡെത്ത്. പക്ഷേ ഈ ഒരു പട്ടിണി കിടന്നത് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഉണ്ടായത്. എ വാസ് ഡിസ്മിസ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ആൻഡ് എ എന്ത് ചെയ്തു? എ ഇങ്ങനെ ചെയ്തത് കൊണ്ട്, അതായത് ബിക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല, അല്ല സെഡിന് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല, പ്രിസണറാണ്, എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് കരുതിയിട്ട് ഫുഡ് കൊടുക്കാതിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ അവരുടെ സർവീസിൽ അവരുടെ ഡ്യൂട്ടിയാണല്ലോ, അതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഡിസ്മിസ് ചെയ്തു. അങ്ങനെ ബി ആ ഓഫീസിൽ സക്സീഡ് ചെയ്തു. ബി സക്സീഡ്സ് എ. ഓക്കെ, ബി വിത്തൗട്ട് കൊളൂഷൻ ഓർ കോപ്പറേഷൻ വിത്ത് എ. ഈ ബിക്ക് എയുമായിട്ട് യാതൊരു ലിങ്കും ഇല്ല. ബി അവിടെ കയറിയിട്ട് എന്താ ചെയ്തേ? ഇല്ലീഗലി ഒമിറ്റ്സ് ടു സപ്ലൈ സെഡ് വിത്ത് ഫുഡ്. ഈ ബി അവിടെ കയറിയിട്ട് ബിയും എന്ത് ചെയ്തു? ഈ എയുമായിട്ട് കോപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ബിയും ഇസഡിന് ഫുഡ് കൊടുത്തില്ല. നോയിങ് ദാറ്റ് ഹീ ഈസ് ലൈക്ലി ദെയർബൈ ടു കോസ് സെഡ് ഡെത്ത്. പക്ഷേ കൃത്യമായിട്ട് ആർക്കറിയായിരുന്നു? ബിക്ക് അറിയാം സെഡ് മരണപ്പെട്ടു പോകുമെന്ന്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നിരന്തരമായി പട്ടിണി കിടന്നതുകൊണ്ട് സെഡ് മരിച്ചു. വാട്ട് ഈസ് ദ ലയബിലിറ്റി ഓഫ് എ ആൻഡ് ബി? ഇവിടെ എയുടെയും ബിയുടെയും ലയബിലിറ്റി എന്താണ്? അപ്പോൾ ഇവിടെ മരണം നടന്നത് ബി ഓഫീസ് സക്സീഡ് ചെയ്ത ശേഷമാണ്. എ സസ്പെൻഡ് ചെയ്തു. എ കൃത്യമായിട്ട് സെഡിന് ഫുഡ് കൊടുക്കാഞ്ഞതുകൊണ്ട് എ ആ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ബി ആ ഓഫീസ് സക്സീഡ് ചെയ്തു. ബി സക്സീഡ് ചെയ്ത ശേഷമാണ് സെഡ് മരിച്ചത്. ഇത്രയും കഥ നന്നായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ വായിക്കുക, ബോത്ത് എ ആൻഡ് ബി ആർ ഗിൽറ്റി ഓഫ് മർഡർ. പറയാൻ പറ്റുമോ? അല്ല, കാരണം എ പോയതിന് ശേഷമാണല്ലോ ബി മരിച്ചത്. എ ഈസ് ഗിൽറ്റി ഓഫ് അറ്റംപ്റ്റ് ടു മർഡർ ആൻഡ് ബി ഈസ് ഗിൽറ്റി ഓഫ് മർഡർ. ഇതിവിടെ വെക്കുക. അടുത്ത് നോക്കുക, എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ആൻഡ് ബി ഈസ് ഗിൽറ്റി ഓഫ്. ഇത് തെറ്റാണല്ലോ, കാരണം ബി വന്ന ശേഷമല്ലേ മരിച്ചത്. ബോത്ത് ആൻഡ് ബി, എ ആൻഡ് ബി രണ്ട് പേർക്കും മർഡറിന് പണിഷ്മെൻറ്റ് വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. എ ഈസ് ഗിൽറ്റി ഓഫ് അറ്റംപ്റ്റ് ടു മർഡർ ആൻഡ് ബി ഈസ് ഗിൽറ്റി ഓഫ് മർഡർ. അതായത് കൊലപാതക ശ്രമത്തിന് എക്ക് ഗിൽറ്റി ഉണ്ട്, ബിക്ക് കൃത്യമായിട്ടും കൊലപാതകത്തിനുള്ള പണിഷ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ നിങ്ങൾക്കിപ്പോൾ? ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാം നമ്മൾ കൊലപാതകത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എ ഇൻസ്റ്റിഗേറ്റ്സ് ബി ടു മർഡർ സി. ഇൻസ്റ്റിഗേഷൻ എന്ന് പറയുമ്പം തന്നെ നിങ്ങൾ അബറ്റ്മെന്റ് എന്നുള്ള ഒരു വാക്ക് ഓർത്തിരിക്കണം. അബറ്റ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ഇൻസ്റ്റിഗേഷൻ. ബെയർ ആക്ടിൽ അബറ്റ്മെന്റിന്റെ ഡെഫിനിഷൻ പറയുന്നിടത്ത് ഇൻസ്റ്റിഗേഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എ ഇൻസ്റ്റിഗേറ്റ്സ് ബി ടു കമ്മിറ്റ് മർഡർ സി. എ എന്ത് ചെയ്തു? അപ്പൊ ഇവിടെ ഓർക്കുക, എ എന്ന് പറയുന്ന ആള് പ്രേരണ കൊടുത്തു അല്ലേ? നമുക്ക് മലയാളത്തിൽ ഇങ്ങോട്ട് എഴുതി വെക്കാം. പ്രേരണ കൊടുത്തു ആർക്ക്? ബിക്ക്. അപ്പം പ്രേരകൻ, ഇയാളെ നമുക്കൊരു പേര് വിളിക്കാം, പ്രേരകൻ, അതായത് അബറ്റർ അല്ലേ? ആരാ? ബി ആണ് ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആള്. ആരെ കൊല്ലണം? സിയെ കൊല്ലണം. ബി പക്ഷെ എന്ത് ചെയ്തു? ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വെദർ എ ഈസ് ഗിൽറ്റി ഓഫ് എനി ഒഫൻസ്. അതായത് എ ബിയോട് പറഞ്ഞു നീ ആരെ കൊല്ലണം? സിയെ കൊല്ലണം. അപ്പം എക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്റ്റിഗേഷൻ ഉണ്ട് ബീനെ കൊണ്ട് സിയെ കൊല്ലിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ബി പറഞ്ഞു ഞാനിത് ചെയ്യില്ല എന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഒഫൻസ് നടന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ബി അതിൽ നിന്ന് ഒഴിവായി. ഇത്രയല്ലേ നമുക്ക് ഇത്രയും ഫാക്റ്റ് പറയുന്നുള്ളൂ, നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും പറഞ്ഞ ഫാക്റ്റിൽ നിന്നും എക്ക് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? എന്താണ് ഉത്തരം? അവിടെ മരണം നടന്നില്ല എന്ന് കരുതി എന്തെങ്കിലും ഒഫൻസ് ഇല്ലാതെ ആകുന്നുണ്ടോ? നമ്മൾ പ്രൈമ ഫേസിയെ പ്രഥമ ദൃഷ്ടിയ ചിന്തിക്കും അവിടെ ഒരു ഒഫൻസും ഇല്ല എന്ന്. പക്ഷെ അവിടെ ഒഫൻസ് ഉണ്ട്. യെസ്, എന്താണ് ഒഫൻസ്? എന്താണ്? നമ്മൾ ആദ്യം വിചാരിക്കും അവിടെ ഒഫൻസ് ഇല്ലെന്ന് അല്ലേ? നമ്മൾ ഒഫൻസ് ഇല്ലെന്നേ വിചാരിക്കത്തുള്ളൂ. ഇവിടെ ഇത് ഉത്തരം തെറ്റാണ്. എ ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ്. എ ഈസ് ഗിൽറ്റി ഓഫ് കോൺസ്പിറസി. അതൊന്നും വരത്തില്ല. എ ഈസ് ഗിൽറ്റി ഓഫ് അബറ്റിംഗ് ടു ബി ടു കമ്മിറ്റ് മർഡർ. ഇതാണ് കറക്റ്റ് ഉത്തരം. അതായത് ഒരു വാക്കുണ്ട്, ആൻ അബറ്റഡ് ആക്ട്. നിങ്ങളൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ആൻ അബറ്റഡ് ആക്ട് ഈസ് നീഡ് നോട്ട് ബി കമ്മിറ്റഡ്. അതായത് അബറ്റ് ചെയ്ത ആക്ട് കമ്മിറ്റ് ചെയ്യപ്പെടണമെന്നൊരു യാതൊരു കാര്യവും എങ്ങും പറയുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് പണിഷബിൾ ഫോർ അബറ്റ്മെന്റ്. അതായത് ആൻ അബറ്റഡ് ആക്ട് ഈസ് നീഡ് നോട്ട് ബി കമ്മിറ്റഡ്. അബറ്റ് ചെയ്ത കാര്യം നടക്കണമെന്നൊന്നുമില്ല, പക്ഷേ അവിടെ അബറ്റ് ചെയ്ത ആള് കുറ്റവാളി അല്ലാതെ ആകുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞേ? എയുടെ അടുത്ത് പറഞ്ഞു, എ ബിയുടെ അടുത്ത് പറഞ്ഞു സിയെ കൊല്ലാൻ പറഞ്ഞു. ബി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു, സിയെ കൊല്ലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ? ഉണ്ട്. എന്താണ്? എ അബറ്റ് ചെയ്തു ബിയെ. ബി അതിന് തയ്യാറായിരുന്നെങ്കിലോ? തയ്യാറായില്ല എന്ന് മാത്രം. അപ്പൊ അബറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഇവിടുന്ന് ഒഴിവാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. ആൻ അബറ്റഡ് ആക്ട് ഈസ് നീഡ് നോട്ട് ബി കമ്മിറ്റഡ്. അത് നടക്കണമെന്നില്ല. ബട്ട് ദ അബറ്റർ ഷുഡ് ബി ലയബിൾ ഫോർ ദി ആക്ട് അബറ്റഡ്. പിടികിട്ടിയല്ലോ? എളുപ്പമല്ലേ? ഇത് നമ്മൾ ഇനി അബറ്റ്മെന്റിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴേ കൂടുതലായിട്ട് നമ്മൾ വിശദമായിട്ട് അതിനകത്ത് പഠിക്കും കേട്ടോ, അബറ്റ്മെന്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ. ഇനി ഓക്കെ, അടുത്തതിലേക്ക് പോവാം നമുക്ക്. What is the minimum number of persons required to constitute the offense of rioting? ഈ റയോട്ടിംഗ് എന്ന് വെച്ചാലേ നമ്മൾ BNSൽ റയോട്ടിംഗ് എവിടെയാണ് പറയുന്നതെന്ന് അറിയാമോ? സെക്ഷൻ 191 പറയുന്നത്. അത് എഴുതി വെച്ചോ, സെക്ഷൻ 191 ഓഫ് BNS. എന്താണ് റയോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റയോട്ടിങ്ങിൽ കൃത്യമായിട്ട് പറയുന്നു, ഒരു ഫോഴ്സോ വയലൻസോ അൺലോഫുൾ അസംബ്ലിയിലുള്ള ഒരു മെമ്പർ, ഓക്കെ, ഒരു 5 or more പേഴ്സൺസ്,
കൃത്യമായിട്ട് പറയുന്നുണ്ട് 5 or more persons എന്തെങ്കിലും ഉള്ള ഒരു അപ്പം നമുക്ക് മനസ്സിലായി റയോട്ടിങ് ചെയ്യണമെങ്കിൽ 5 or more persons 5 അതിലധികമോ ആൾക്കാർ വേണം, എങ്കിലേ റയോട്ടിങ് ആവത്തുള്ളൂ. അവരെന്താ ചെയ്യുന്നത്? അവർ ഒരു ഫോഴ്സോ വയലൻസോ ഉപയോഗിച്ചുകൊണ്ട് ഒരു അൺലോഫുൾ അസംബ്ലിയിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു കോമൺ ഒബ്ജക്റ്റിലൂടെ ഒരു ഫോഴ്സോ വയലൻസോ ഉപയോഗിക്കുന്നു. അവരെയാണ് നമ്മൾ റയോട്ടിങ്, അതിനെയാണ് നമ്മൾ റയോട്ടിങ് എന്ന് പറയുക. അതായത് ഫോഴ്സ് ഓർ വയലൻസ് ഓഫ് എനി മെമ്പർ ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലി ടു ഫർദറൻസ് ഓഫ് ദി ഗ്രൂപ്പ്സ് കോമൺ ഒബ്ജക്റ്റ്. ആ ഗ്രൂപ്പിൻ്റെ കോമൺ ഒബ്ജക്റ്റ്, അതായത് ഒരു ഫോഴ്സോ 5 അതിലധികമോ പേര് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സോ വയലൻസോട് കൂടി ഏതെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും ഒരു എനി മെമ്പർ ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലി, അൺലോഫുൾ അസംബ്ലി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അൺലോഫുൾ അസംബ്ലി എന്താണ്, അവർ അതിൽ കുറേ പറയുന്നുണ്ട്. ഓവർ ആവുതി ഗവൺമെൻറ് ആക്ടിവിറ്റി, അവർ ബഹളം വെക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഒരു കുറേ 5-6 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് അൺലോഫുൾ അസംബ്ലി പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അൺലോഫുൾ അസംബ്ലിയിലുള്ള 5 അതിലധികമോ മെമ്പറുള്ള ഒരു അതിലേതെങ്കിലും ഒരു മെമ്പർ എന്ത് ചെയ്യുന്നു? ഇത് ഒരു കോമൺ ഒബ്ജക്റ്റോട് കൂടി ഫോഴ്സോ വയലൻസോ ചെലുത്തുന്നതിനെയാണ് റയോട്ടിങ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ചോദിച്ചേ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഒഫൻസ് ഓഫ് റയോട്ടിങ്? ഓപ്ഷൻസ് ഡി 5, 5 പേര്. 5 or more പേഴ്സൺസ് എന്നാണ് പറയുന്നത്. 5 or more പേഴ്സൺസ്. അവരെന്താ ചെയ്യുന്നത്? ഫോഴ്സ് ഓർ വയലൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 അതിലധികമോ പേര്. അപ്പം റയോട്ടിങ്ങിന് 5 പേരാണ് മിനിമം. അപ്പോൾ നോക്കിയേ, മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഒഫൻസ് ഓഫ് റയോട്ടിങ് 5. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാമല്ലോ. നോക്കിയേ, എ പുട്സ് ജുവൽസ് ഇൻ ടു എ ബോക്സ് ബിലോങ്ങിങ് ടു സെറ്റ്. എ എന്ത് ചെയ്തു? ജുവലറി എടുത്ത് വെച്ചു. വിത്ത് ഇൻറ്റൻഷൻ, ആരുടെ ബോക്സിൽ? സെഡിൻ്റെ ബോക്സിൽ. വിത്ത് ഇൻറ്റൻഷൻ ദാറ്റ് ദേ മേ ബി ഫൗണ്ട് ഇൻ ദാറ്റ് ബോക്സ് ആൻഡ് ദാറ്റ് ദിസ് സർക്കംസ്റ്റാൻസസ് മേ കോസ് ഇസഡ് ടു ബി കൺവിക്റ്റഡ് ഫോർ തെഫ്റ്റ്. അതായത് എ കൃത്യമായിട്ട് സെഡിനെ കുരുക്കാൻ, എന്തിനു കുരുക്കാൻ വേണ്ടിയിട്ട്? മോഷണത്തിന് കുരുക്കാൻ വേണ്ടി സെഡിൻ്റെ ബോക്സിൽ ജുവലറി എടുത്ത് വെച്ചു. അത് എ എന്ത് ഒഫൻസാണ് ചെയ്തത് എന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ്, ഗിവിങ് ഫോൾസ് എവിഡൻസ്, ഫോർജറി, റോബറി. ഫോർജറി ഒന്നുമല്ല, റോബറി അല്ല, ഫാൾസ് എവിഡൻസ് ഗിവണും അല്ല. അതായത് കണ്ടില്ലേ, ഇൻറ്റൻഷൻ ദാറ്റ് ദേ മേ ഫൗണ്ട് ഇൻ ദാറ്റ് ബോക്സ്. നമ്മൾ ഫാബ്രിക്കേറ്റിംഗ് ഓഫ് ഫോൾസ് എവിഡൻസ് എന്ന് പറയുന്ന സംഗതി സെക്ഷൻ 220 എഴുതി വെച്ചോണേ, 228 ഓഫ് ഭാരതീയ ന്യായ സംഹിതയിലാണ് പറയുന്നത്, 228 ഓഫ് BNS. അതിൽ പറയുന്നുണ്ട് ക്രിയേറ്റിംഗ്, അല്ലേ? ക്രിയേറ്റിംഗ്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിയേറ്റിംഗ് ഫോൾസ് സർക്കംസ്റ്റാൻസസ്, ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്. അതായത് തെറ്റായ സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ എ പുട്സ് ജുവൽസ് ഇൻ ടു ബോക്സ് ബിലോങ് ടു ഇസഡ്, അതായത് ഇത് തെറ്റായ കാര്യമല്ലേ? ബി അറിഞ്ഞു, ഇതിൽ സെഡിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, അറിയാതെയാണ് എ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്യുവാണ് ഫോൾസ് എവിഡൻസ്, ഫോൾസ് സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഇതിന് ആൻസർ ഫാബ്രിക്കേറ്റിംഗ് ഓഫ് ഫോൾസ് എവിഡൻസ്, സെക്ഷൻ 228 ഓഫ് BNS. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ നോസ് ദാറ്റ് സെറ്റ് ഈസ് ബിഹൈൻഡ് എ ബഷ്. ബഷ് എന്ന് വെച്ചാൽ എന്താ? മുൾപടർപ്പ് അല്ലേ?
നമ്മൾ ഈ ബഷ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുകൾ പടർപ്പ്. ബട്ട് ബി ഡസ് നോട്ട് നോ ഇറ്റ്. ബിക്ക് ഇത് അറിയില്ലായിരുന്നു. എ ഇൻറ്റൻഡിങ് ടു കോസ് ഓർ നോയിങ് ഇറ്റ് ടു ബി ലൈക്ലി ടു കോസ് ഇസ് ഡെത്ത്. അപ്പോൾ എക്ക് അറിയാം എന്തുണ്ട്, ഈ ഒരു മുൾപടർപ്പിൻ്റെ ബാക്കിലായിട്ട് സെഡ് എന്ന് പറയുന്ന ആളുണ്ടെന്ന് എക്ക് അറിയാം. പക്ഷെ ബി എന്ന് പറയുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇസഡിൻ്റെ ഡെത്ത് വരുത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇതൊന്നും അറിയാതിരുന്ന ബിയോട് പറഞ്ഞു ഈ മുൾപടർപ്പിനെ വെടിവെക്കാനായിട്ട് പറഞ്ഞു, ഫയർ ചെയ്യാനായിട്ട് പറഞ്ഞു. ബി എന്ത് ചെയ്തു? ഫയർ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സെഡ് മരിച്ചു. ഇവിടെ എ എന്ത് ഒഫൻസ് ചെയ്തു, ബി എന്ത് ഒഫൻസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അതായത് ഒരു മുൾപടർപ്പിൻ്റെ ബാക്കിലായിട്ട് സെഡ് നിൽക്കുന്നതായിട്ട് എക്ക് അറിയാമായിരുന്നു. പക്ഷേ എക്ക് എങ്ങനെയെങ്കിലും സെഡിനെ ഇല്ലാതാക്കണം, കൊല്ലണം. അപ്പം ഇത് ബിയോട് പറഞ്ഞു. ബിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല, അവിടെ ആരുണ്ടെന്നൊന്നും അറിയില്ല. ഫയർ ചെയ്യാൻ പറഞ്ഞു. ബി ഫയർ ചെയ്തു. അനന്തരഫലമായിട്ട് സെഡ് മരിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പം ഇവിടെ കുറ്റം ശരിക്കും പറഞ്ഞാൽ ആക്ട് ചെയ്തത്, കുറ്റമൊന്നുമല്ല, ആക്ട് ചെയ്തത് ബി ആണ്. പക്ഷേ ഇൻറ്റൻഷൻ ആരുടെയാണ്? എയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഹാസ് കമ്മിറ്റഡ് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് ബി മേ ബി ഗിൽറ്റി ഓഫ് നോ ഒഫൻസ്. ബിക്ക് അറിയില്ലല്ലോ, അറിയാത്തൊരു കാര്യമല്ലേ ചെയ്തത്, ഒന്നിനെക്കുറിച്ചും ബിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ എ ഹാസ് കമ്മിറ്റഡ് കൾപ്പബിൾ ഹോമിസൈഡ്. കാരണം കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ ഇൻറ്റൻഡിങ് ടു കോസ് ഓർ നോയിങ് ടു ബി ലൈക്ലി ടു കോസ്, അത് കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ അണ്ടറിൽ വരുന്ന വാക്യങ്ങളാണ്. സോ കൾപ്പബിൾ ഹോമിസൈഡ് ബൈ എ, ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത നോക്കിക്കൊള്ളുക. ഒഫൻസ് ഫോർ വിച്ച് പോലീസ് ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് വാറണ്ട്. അതായത് പോലീസ് ഓഫീസറിന് അതോറിറ്റി ഇല്ലാതെ, അതായത് പോലീസ് ഓഫീസറിന് നോ അതോറിറ്റി ഇല്ല, വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ശരിക്കും രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ് പറയുന്നത്, ഒഫൻസ് ആണ് പറയുന്നത്. കൊഗ്നൈസബിൾ ഒഫൻസും നോക്കിക്കോളൂ. കൊഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. എന്താണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് ഓഫീസർ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ പോലീസ് ഓഫീസറിനെ അറസ്റ്റ് ചെയ്യാം. ഇത് ഓൺലി വിത്ത് വാറണ്ട്. നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അധികാരത്തെയാണ് കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആ വ്യക്തി ചെയ്തു എന്ന് പറയാൻ കഴിയും. അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കേസുകളിൽ മജിസ്ട്രേറ്റിന്റെ വാറണ്ട് ഇല്ലാതെ തന്നെ, പോലീസ് ഓഫീസർ വാറണ്ട് കൊണ്ട് വരാതെ തന്നെ പോലീസ് ഓഫീസറിന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം. കാരണം ഈ കുറ്റം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആ വ്യക്തി അവിടുന്ന് എന്ത് ചെയ്യും? കടന്നു കളയും, അബ്സ്കോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് ഓഫീസർ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. അപ്പോൾ വിത്ത് വാറണ്ടോട് കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ലെസ് സീരിയസ് ഒഫൻസുകളിലാണ്. അതിനെ നമ്മൾ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്നാണ് വിളിക്കുക. നമുക്ക് കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. ഇനി നോക്കിയേ, ഒഫൻസ് ഫോർ വിച്ച് പോലീസ് ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് വാറണ്ട്, അതിനെ എന്ത് വിളിക്കും? നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് വിളിക്കും. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോഡ്സ് ക്യാൻ ഇമ്പോസ് ഡെത്ത് സെൻറ്റൻസ്? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഡെത്ത് സെൻറ്റൻസ് ഇമ്പോസ് ചെയ്യാൻ അധികാരമുള്ള കോടതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെത്ത് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോളണം,
അത് എന്താണ്? ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. കൂടിയ കുറ്റകൃത്യങ്ങൾക്കാണ് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്നത്. അത് ഏത് കോടതിക്കാണ് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാനുള്ള അധികാരമുള്ളത്, ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുള്ളത്, ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അധികാരം? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ആണോ? അല്ല. കാരണം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് എന്ന് പറയുന്നത് അവർക്ക് 7 ഇയേഴ്സിനകത്ത് വരുന്ന കുറ്റകൃത്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. 7 ഇയേഴ്സ്. അപ്പോൾ അത് അപ്പം എന്താണ്? ഡെത്ത് സെൻറ്റൻസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട്, ഈ കോടതി ഇപ്പം നിലവിലില്ല. ഇതിൽ ഒരു ബോണസ് പോയിന്റ് കൂടെ മനസ്സിലാക്കുക. അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട് ആഫ്റ്റർ BNSS വന്നതിന് ശേഷം അറിയപ്പെടുന്നത് അഡീഷണൽ സെഷൻസ് കോർട്ട് എന്നാണ്. അഡീഷണൽ സെഷൻസ് കോർട്ട്. ഇപ്പൊ അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട് എന്ന് പറഞ്ഞൊരു കോടതി ഇല്ല. അഡീഷണൽ സെഷൻസ് കോടതി എന്നാ പറയുന്നത്. കാരണം അസിസ്റ്റന്റ് സെഷൻസ് കോടതിക്ക് എന്തെല്ലാം അധികാരങ്ങളാണോ ഉണ്ടായിരുന്നത് അത് അഡീഷണൽ, ഇതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അഡീഷണൽ സെഷൻസ് കോർട്ടിന് കൊടുത്തു. ഇതെല്ലാം നമ്മളുടെ കോഴ്സിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സെഷൻസ് കോർട്ടിനാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട് ഇപ്പം ഇല്ല. ആഫ്റ്റർ BNSS അഡീഷണൽ സെഷൻസ് കോർട്ട് പുതിയ നല്ലൊരു അറിവാണ് കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് IPC ഉണ്ടായിരുന്നപ്പോൾ അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമുക്കറിയാം. ഇപ്പം BNSS വന്ന ശേഷം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് മുൻപും ബിലോ 3 ഇയേഴ്സ്, അതുപോലെ തന്നെ 50,000 ആണ് അതിൻ്റെ ഫൈൻ ലിമിറ്റ് എന്ന് പറയുന്നത്. മുമ്പ് IPC ഉണ്ടായിരുന്ന സമയത്ത് എത്രയായിരുന്നു? IPC ഉള്ളപ്പോൾ 10,000 rupees ആയിരുന്നു. ഇപ്പോൾ എത്രയായി? 50,000 ആയി. അതാണ് ഒരു ലിമിറ്റിൽ വ്യത്യാസം. അവർക്കും എന്തില്ല? ഡെത്ത് സെൻറ്റൻസ് പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, സെഷൻസ് കോർട്ട്. സെഷൻസ് കോടതിയാണ് ഡെത്ത് സെൻറ്റൻസ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം വരുന്നത്. പക്ഷേ ഡെത്ത് സെൻറ്റൻസ് ഇമ്പോസ് ചെയ്തെന്ന് വെച്ച് കറക്റ്റ് അതുകൊണ്ട് നടപടി കംപ്ലീറ്റ് ആയി അവർക്ക് തൂക്കുകയറ് കിട്ടിയെന്നായോ? അത് ഡെത്ത് സെൻറ്റൻസ് സെഷൻസ് കോർട്ട് കൊടുത്താൽ തന്നെയും കൺഫർമേഷൻ ബൈ ദി ഹൈക്കോർട്ട് ഈസ് നെസസറി ഇൻ കേസ് ഓഫ് ഡെത്ത് സെൻറ്റൻസ്. ഹൈക്കോടതിയുടെ കൺഫർമേഷൻ നിർബന്ധമാണ് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെങ്കിൽ. ഹൈക്കോടതി പറയണം അത് ഡെത്ത് സെൻറ്റൻസിന് ആപ്ലിക്കബിൾ ആണെന്ന്. ഡെത്ത് സെൻറ്റൻസ് അല്ലാതെ പ്രഖ്യാപിക്കുന്നതിന് അല്ലാതെ കൊടുക്കുന്നതിന് പറ്റത്തില്ല. സെഷൻസ് കോർട്ടിന് ആ അധികാരം ഇമ്പോസ് ചെയ്യാം. പക്ഷേ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺഫർമേഷൻ വേണ്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. നിർബന്ധമാണ്, അത് മാൻഡേറ്ററി ആണ്. പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാൻ പറ്റുന്ന സെഷൻസ് ഹൈക്കോർട്ടിനും പറ്റും. ഹൈക്കോർട്ടിന് അത് കൺഫേം ചെയ്യും. കൺഫർമേഷനുള്ള അധികാരമുണ്ട് ഹൈക്കോർട്ടിന്. മനസ്സിലായോ? അപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടല്ല, അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട്. അതിൻ്റെ നോട്ട് പിടികിട്ടിയല്ല. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും അല്ല, സെഷൻസ് കോർട്ടാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് എഗ്രിമെന്റ് ഈസ് നള്ളിറ്റി ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ? ഇൻസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ബിഗിനിങ്, ഫ്രം ബിഗിനിങ്. അതായത് തുടക്കം മുതലേ എഗ്രിമെന്റ് നള്ളിറ്റി. നള്ളിറ്റി എന്ന് പറയുമ്പോൾ അത് ഇല്ലാതാകുന്നു. അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഏത് എഗ്രിമെന്റ് ആണ് നള്ളിറ്റി? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രം ദ ബിഗിനിങ്, വോയിഡ് അബിനീഷ്യോ അല്ലേ? എന്താണ് അത്? വോയിഡ് അഗ്രിമെന്റ് ആണ് അല്ലേ? വോയിഡ്. ഇതിനൊരു വാക്ക് പറയും, ഇത് ബോണസ് ആയിട്ട് എഴുതി വെച്ചോ കേട്ടോ. വോയിഡ് അബിനീഷ്യോ. വോയിഡ് അബിനീഷ്യോ എന്ന് വെച്ചാൽ എന്താ? ഫ്രം ദ ബിഗിനിങ്, ഫ്രം ദി ബിഗിനിങ് ഇറ്റ് ഈസ് വോയിഡ്. പിടികിട്ടിയില്ല? ഫ്രം ദ ബിഗിനിങ് ഇറ്റ് ഈസ് വോയിഡ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്? നള്ളിറ്റി ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ, ദാറ്റ് ഈസ് വോയിഡ് അഗ്രിമെന്റ്. തുടക്കം മുതലേ വോയിഡ് ആയിട്ടുള്ളത് വോയിഡ് അഗ്രിമെന്റിനെയാണ് നള്ളിറ്റി ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, എ സപ്ലൈസ് ബി. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. എ സപ്ലൈസ് ബി എ ലുണാറ്റിക് അല്ലേ? എ ലുണാറ്റിക് ആണ്.
with the necessary suitable to his condition of life. Whether A can claim reimbursement. അതായത് ബി എന്ന് പറയുന്ന ആൾ ഒരു lunatic ആണ്. ഈ lunatic ആയിട്ടുള്ള ആൾക്ക് എ എന്ത് ചെയ്തു? നെസസറീസ് സപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എക്ക് ബിയിൽ നിന്നും ഈ പ്രോപ്പർട്ടി റീഇംബേഴ്സ് ചെയ്യാൻ കഴിയുമോ? കാരണം എക്ക് വേണ്ടിയിട്ട് നെസസറീസ് സപ്ലൈ ചെയ്ത ആരാണ്? ബി ആണ് നെസസറീസ് സപ്ലൈ ചെയ്തത്. ബി ലുണാട്ടിക്കായ ബിക്ക് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ആൾ നെസസറീസ് സപ്ലൈ ചെയ്തു. നോക്കുക, ഇവിടെ എ സപ്ലയർ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ബി എന്ന് പറയുന്നത് ലുണാട്ടിക്ക്. അപ്പോൾ എ സപ്ലൈഡ് അല്ലേ, സപ്ലൈ ചെയ്തു. അപ്പോൾ എ ക്യാൻ reimburse ഫ്രം ബി. ബിയിൽ നിന്നും റീഇംബേഴ്സ് ചെയ്യാൻ കഴിയുമോ? നോക്കിയേ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് നോ എഗ്രിമെന്റ് വിത്ത് ലുണാറ്റിക് ഈസ് വോയിഡ്, നോ എഗ്രിമെന്റ് വിത്ത് ലുണാറ്റിക് ഈസ് വോയിഡബിൾ സിൻസ് എ ഹാസ് സപ്ലൈഡ് നെസസറീസ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, സെക്ഷൻ 68 ഓഫ്, ഞാൻ ഫുൾ എഴുതുന്നില്ല, ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതിൽ പറയുന്നുണ്ട് നെസസറീസ് സപ്ലൈ ചെയ്ത് ക്വാസി കോൺട്രാക്റ്റ് ആണ്. ഈ ക്വാസി കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് സർട്ടൈൻ എഗ്രിമെൻറ്റ്സ് ഡയറക്റ്റ്ലി നമുക്കതൊരു കോൺട്രാക്റ്റ് ആയിട്ട് തോന്നത്തില്ല, പക്ഷെ ചില റിലേഷൻഷിപ്പുകൾ എന്ത് ചെയ്യും? കോൺട്രാക്റ്റിലേക്ക് നയിക്കപ്പെടും. അതുപോലെയാണ് പെട്ടെന്നുണ്ടായ ഒന്നാണ്. ലുണാട്ടിക്കിന് നെസസറീസ് എ സപ്ലൈ ചെയ്തു. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ അവർ തമ്മിൽ പ്രയർ കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരാൾക്കും അൺലോഫുൾ എൻട്രിച്ച്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല അല്ലേ? മറ്റൊരാളുടെ ബുദ്ധിമുട്ടിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഒരാൾ എൻട്രിച്ച് ചെയ്യാൻ പാടില്ല. അയാൾക്ക് എന്ത് കിട്ടണം? അയാൾ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അയാൾക്ക് റിട്ടേൺ ആയിട്ട് അതിൻ്റെ കൺസിഡറേഷൻ കിട്ടിയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ എ അങ്ങനെ സപ്ലൈ ചെയ്തു എന്ന് കരുതിയിട്ട് എക്ക് നഷ്ടമൊന്നും വരത്തില്ല. ലുണാട്ടിക്കായ ബിക്ക് അത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്ക് എന്ത് ചെയ്യാം? അത് എന്ത് ചെയ്യാം? റീഇംബേഴ്സ്മെൻറ്റ് ചോദിക്കാം. കാരണം സിൻസ് എ ഹാസ് സപ്ലൈഡ് നെസസറീസ്, എ അവിടെ നെസസറീസ് സപ്ലൈ ചെയ്തോന്ന് മാത്രം നോക്കിയാൽ മതി, എക്ക് എന്ത് ചെയ്യാം? അത് ചോദിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നറിയാമോ? ഓൺലി 3 ഈസ് കറക്റ്റ്. ഇതാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. പിടികിട്ടിയല്ലോ? അതെന്താണ് അതിൻ്റെ റീസണിങ് എന്ന് മനസ്സിലായല്ലോ? അതിൻ്റെ ലീഗൽ പ്രൊവിഷനും ഇതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ.